നല്ല പൊള്ളുന്ന വെയിലായിരുന്നു. വെയിലൊന്ന് പതുക്കെ മാറിയിട്ട് ചെറുതായിട്ട് മഴയൊന്ന് പൊടിഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ ദേ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. മൊത്തം കാടുകളാണ്. ഇത് കണ്ടോ, ഇതൊരു ചെടിയേ അല്ല, ഇത് ചട്ടീനേക്കാളും അത്രയും തന്നെ പൊക്കത്തിലാണ് വളർന്നിരിക്കുന്നത് വേര്. ഇതാണ് ആ മഴയോടുകൂടി നിറച്ചുണ്ടായത്. ഇതും നമ്മുടെ ഈന്തപ്പഴത്തിൻ്റെ തൈയാണ് കേട്ടോ. കുറേ മുളച്ച് വന്നേക്കണം. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ തൈ ഞാൻ കളഞ്ഞിട്ടില്ല. കുറേ അധികം കാടുകൾ ഉണ്ടാകും കേട്ടോ ഇങ്ങനെ ഇതിനകത്ത്. എല്ലാ ചട്ടികളിലാണെങ്കിലും ചെടികളുടെ വളർച്ച കുറവും അതുപോലെ തന്നെ കാടിൻ്റെ വളർച്ച കൂടുതലായിട്ടാണ് വന്നത്. പിന്നെ ദേ ഇതിനകത്ത് 2 കുഞ്ഞു മുളയും കൂടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിൽ നിന്നും പതുക്കെ കാടൊക്കെ പറിച്ചൊന്ന് വൃത്തിയാക്കാൻ തുടങ്ങി. ഇത് കണ്ട് നമ്മുടെ അട്ടയുടെ ഫോസിലുകളാണ് കേട്ടോ. അതവിടെ കിടക്കണ്ടേ. അപ്പോൾ അതവിടെ കിടക്കട്ടെ, ഒരു വളാവട്ടെയെന്ന് വിചാരിച്ച് അവിടെ ഇട്ടു. പിന്നെ ദേ നമ്മുടെ ഒരു മാങ്ങയുടെ ഇത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാങ്ങ എന്നിട്ട് അവിടെ ഇവിടെയും കുറേ ചട്ടികൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചട്ടിയിൽ എപ്പോഴും ഓരോ വിത്തുകളും അതുപോലെ തന്നെ മറ്റേയും തൊട്ടാണ് ചെറിയ ചെറിയ ചെടികളും പുല്ലുകളൊക്കെ വളർന്ന് നിൽക്കുന്നത് സർവ്വസാധാരണമാണല്ലോ. അതായത് എല്ലാ ചട്ടികളിൽ നിന്നും പുല്ലൊക്കെ മാറ്റി നമ്മൾ വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പൊട്ടിത്തെറിക്കുന്ന ചെടിയും എല്ലാം ഓക്കെ ആയിട്ട് സൂപ്പറായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ വാടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചീരയും ഒക്കെ ഒന്ന് വാടിയാണ് നിൽക്കുന്നത് വെയിലായതുകൊണ്ട്. ഈ പൊട്ടുവളരി ഒന്ന് പതുക്കെ ഉഷാറായി തുടങ്ങിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ എല്ലാം റെഡിയാവും. ഇതിന് മാത്രം കാട് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, വിശ്വസിക്കാൻ പറ്റണില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.